പക്ഷെ അതേസമയം തന്നെ ഈ തെരഞ്ഞെടുപ്പ് ഈ രാമക്ഷേത്ര ഉദ്ഘാടനം കൊണ്ട് BJP ലക്ഷ്യമാക്കുന്നത് എന്താണ്? 2024 തെരഞ്ഞെടുപ്പിൽ രാമക്ഷേത്ര നിർമ്മാണം അതിലേക്ക് എളുപ്പം വരാൻ പറ്റുമല്ലോ ശ്രീനിസാം സൈദ്. ഇപ്പോൾ തരൂരും അതിലേക്കാണ് എത്തിയത്. അതാണല്ലോ ഈ കോൺഗ്രസ് പങ്കെടുക്കില്ല എന്ന് എന്തുകൊണ്ട് പറയുന്നില്ല ശ്രീനിസാം സൈദ്? പങ്കെടുക്കില്ല എന്ന് എന്തുകൊണ്ടാണ് പറയാൻ പറ്റാത്തത്? കോൺഗ്രസ് പങ്കെടുക്കുന്നില്ല എന്ന് എന്തുകൊണ്ട് പറയണം എന്നാണ് സ്മൃതി ചിന്തിക്കുന്നത്. കോൺഗ്രസ് പങ്കെടുക്കുന്നതിന് കോൺഗ്രസിന്റേതായ ന്യായങ്ങളുണ്ട് എന്നാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. കോൺഗ്രസിന്റേതായ ന്യായങ്ങൾ എന്ന് മാത്രമല്ല, ഇന്ത്യയുടെ വോട്ടാണ് എന്നുള്ളതല്ല, BJP അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തുക എന്നുള്ളതാണ് ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യങ്ങളിലെ ഏറ്റവും അടിയന്തരമായ മതേതര വിശ്വാസികളുടെ ചുമതല എന്ന ബോധ്യമാണ്. മറ്റെല്ലാം സെക്കൻഡറിയാണ്. ഇന്ത്യ BJP ഭരണത്തിൽ നിന്ന് മാറ്റി നിർത്താനാണോ ചടങ്ങിന്? ഈ 2024 തെരഞ്ഞെടുപ്പിനെ രാമക്ഷേത്ര നിർമ്മാണത്തെ അനുകൂലിച്ചവരും എതിർത്തവരും തമ്മിലുള്ളതാക്കി മാറ്റുക എന്നുള്ള BJPയുടെ അജണ്ടയെ തകർക്കാൻ വേണ്ടിയാണ് കോൺഗ്രസ് പോകുന്നത്. ഇന്ത്യയിലെ ജനങ്ങൾ നേരിടുന്ന മറ്റു പ്രശ്നങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പിലെ അജണ്ടയെ കൊണ്ടുവരിക, തൊഴിലില്ലായ്മ, വിലക്കയറ്റം, സാമ്പത്തികമായ അസമത്വം, 2 കോർപ്പറേറ്റുകളിലേക്ക് ഇന്ത്യയിലെ പൊതുസ്വത്ത് മൊത്തം മാറ്റുന്നത്, അങ്ങനെയുള്ള ജനങ്ങളുടെ ദൈനംദിന ജീവിതത്തെ ബാധിക്കുന്ന വിഷയങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പിന്റെ നരേറ്റീവിനെ, ഡിസ്കോഴ്സിനെ കൊണ്ടുവരിക എന്നുള്ളതാണ് കോൺഗ്രസ് ലക്ഷ്യമാക്കുന്നത്. നേരിടാൻ പറ്റാത്തത് കോൺഗ്രസിന് ഹിന്ദുത്വയെ നേർക്കുനേർ നേരിടാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ് അതേ തന്ത്രം തിരിച്ചു പ്രയോഗിച്ചാൽ ഞങ്ങളാണ് വിജയിക്കുക എന്ന തെറ്റിദ്ധാരണയിൽ നിങ്ങൾ കഴിയുന്നത്? നിങ്ങൾക്ക് ഇന്ത്യയിലെ വസ്തുനിഷ്ഠമായ സാഹചര്യത്തെ കുറിച്ച് യാതൊരു വിധമായ ഇന്ത്യയിലെ വസ്തുനിഷ്ഠ ഗാന്ധി വെടിയേറ്റ് മരിച്ചപ്പോൾ വിലാപയാത്രയിൽ തുണി കൊണ്ട് അദ്ദേഹത്തെ മൂടേണ്ട, ആ മുഖം മറക്കേണ്ട, ആ വെടിയേറ്റ പാടുകൾ മറക്കേണ്ട എന്ന് തീരുമാനിച്ച നെഹ്റുവാണ്. എന്തുകൊണ്ടാണ്? ആ വെടിയുണ്ട ഏറ്റ പാടുകൾ കാണട്ടെ, ഈ ലോകം കാണട്ടെ. അത് ഹിന്ദുത്വ ഏൽപ്പിച്ച മുറിവാണെന്ന് ഈ ലോകം കാണട്ടെ. അത് ഇവിടെ മതേതര ശക്തികളെ ഒരുമിപ്പിക്കട്ടെ എന്ന് തീരുമാനിച്ച നെഹ്റുവാണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് കാര്യങ്ങൾ മാറ്റിമറിച്ചതിൽ ആർക്കൊക്കെയാണ് പങ്ക്? അവിടെ നിന്ന് ഇങ്ങോട്ട് മാറ്റിമറിച്ചതിൽ ആർക്കൊക്കെയാണ് പങ്ക്? RSSനെ 3 പ്രാവശ്യം നിരോധിച്ച പാർട്ടിയാണ് കോൺഗ്രസ്. 1975 RSSനെ കോൺഗ്രസ് നിരോധിക്കുമ്പോൾ ഇന്ദിരാഗാന്ധിക്കെതിരെ CPMഉം RSSഉം ഒന്നിച്ച് പോരാടുകയായിരുന്നു. അതിൻ്റെ പേരിൽ CPMൽ ഉൾപാർട്ടി പ്രശ്നങ്ങളുണ്ടായി. ജനസംഘവുമായി ഒന്നു ചേർത്ത് പോരാടരുതെന്ന് അന്നത്തെ CPM സെക്രട്ടറി ആയിരുന്ന P. സുന്ദരയ്യ അദ്ദേഹത്തിന് CPM സെക്രട്ടറി സ്ഥാനം മാറ്റിവെക്കേണ്ടതു. അടിയന്തരാവസ്ഥ കാലം ശരിയായ നടപടി പറയുന്നുണ്ടോ കോൺഗ്രസ് ഇപ്പോൾ? ഇല്ലല്ലോ, തെറ്റ് പറ്റി എന്നല്ലേ. അടിയന്തരാവസ്ഥ കാലത്ത് RSSുമായി ഒന്നു ചേർന്ന് ഇന്ദിരാഗാന്ധി എതിർത്തത് ശരിയായ നടപടിയാണ് എന്ന് അന്ന് CPMനകത്ത് തന്നെ എതിർപ്പുണ്ടായിരുന്നു. അത് ശരിയായ നടപടിയാണെന്ന് സ്മൃതി പറയുന്നുണ്ടോ? അന്നേ വരെ ഗാന്ധി വധത്തിന് ശേഷം RSSന് നഷ്ടപ്പെട്ട സ്വീകാര്യത തിരികെ കൊണ്ടുവന്നത് 1975 ജനസംഘവും സംഘടനാ കോൺഗ്രസും CPMഉം ഒന്നിച്ചു ചേർന്ന് ഇന്ദിരാഗാന്ധിക്കെതിരെ പൊരുതിയപ്പോഴാണ് അന്നേ വരെ RSSനുണ്ടായിരുന്ന അസ്പൃശ്യത മാറിക്കിട്ടിയത്. Debate with Smriti Parithikad.